2025 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 23 മെഡിക്കൽ കോളേജുകളാണ്. അതിൽ ഒരു മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള അമൃത എന്ന് പറയുന്നത് കൽപ്പിത സർവകലാശാല ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ബാക്കി 22 മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് കുഹാസിന്റെ അണ്ടറിൽ വരുന്നതുമാണ്. അപ്പൊ ഈ ഒരു 22 മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്രൂവൽ ഉണ്ട് എങ്കിലും അതിൽ കുഹാസിന്റെ അപ്രൂവൽ അവൈലബിൾ ആയിട്ടുള്ളത് 21 മെഡിക്കൽ കോളേജുകൾക്കാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, അതായത് കണ്ണൂരുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് കുഹാസിന്റെ അപ്രൂവൽ ഇല്ലാത്ത ഒരു കോളേജാണ്. അപ്പൊ കറന്റ്ലി നമുക്ക് കേരളത്തിൽ കുഹാസിന്റെ അണ്ടറിലുള്ള കോളേജുകളിലോട്ട് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള വഴി അഡ്മിഷൻ നടക്കുന്ന പ്രൈവറ്റ് കോളേജുകളുടെ ടോട്ടലായിട്ട് എണ്ണം എന്ന് പറയുന്നത് 21 മെഡിക്കൽ കോളേജുകളാണ്. ഈ ഒരു 21 മെഡിക്കൽ കോളേജുകളിൽ 13 മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മൈനോറിറ്റി കോളേജുകൾ, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റിയോ മുസ്ലിം മൈനോറിറ്റി ആയിട്ടുള്ള 13 മെഡിക്കൽ കോളേജുകളും 8 മെഡിക്കൽ കോളേജുകളാണ് ജനറൽ കാറ്റഗറിയിലുള്ള മെഡിക്കൽ കോളേജുകളുമായിട്ട് വരുന്നത്. ടോട്ടലായിട്ട് നമുക്ക് 2025 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം നമുക്ക് ടോട്ടലായിട്ട് 3550 സീറ്റാണ് നമുക്ക് കുഹാസിന്റെ അണ്ടറിലുള്ള മെഡിക്കൽ കോളേജുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മൈനോറിറ്റി കോളേജുകളിൽ 1950 സീറ്റും നോൺ മൈനോറിറ്റി കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 സീറ്റുമാണ് വരുന്നത്. അപ്പൊ കേരളത്തിന്റെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് മൈനോറിറ്റി കോളേജുകൾക്കാണ് നോൺ മൈനോറിറ്റി കോളേജുകളെക്കാൾ കൂടുതൽ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഏറ്റവും വണ്ടറിയിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ MBBSന്റെ കാര്യം എടുക്കുന്ന സമയത്ത് 1-2 കോളേജുകൾ മാത്രമാണ് ഏകദേശം 30% സീറ്റ് മൈനോറിറ്റിയിലോട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കോളേജുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 50-60% സീറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് മൈനോറിറ്റിയിലോട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ MBBSന് 50-60% സീറ്റ് മൈനോറിറ്റിയിൽ മാറ്റിവെച്ചിട്ടുള്ള കോളേജുകൾ അത് BDSലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ 0% സീറ്റ് പോലും മൈനോറിറ്റിയിലോട്ട് മാറ്റിവെച്ചിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS ഭയങ്കര ഡിമാൻഡഡ് ആണ്, വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യും, കൗൺസിലിംഗിലൂടെ സീറ്റ് ഫില്ലായി പോകും. പക്ഷെ BDSനെ സംബന്ധിച്ചിട്ട് ഇവർ ഈ സീറ്റ് മൈനോറിറ്റിയിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് ഫില്ലായി പോകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ സീറ്റും എന്താണ് ചെയ്തേക്കുന്നത്, ഇവര് ജനറൽ കാറ്റഗറി എന്ന രീതിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു കാര്യം എന്താണ്, ഒരിക്കലും ഒരു ലോജിക് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കാര്യം എന്താണ്, ഒരേ കൗൺസിലിംഗ് ഏജൻസി കൗൺസിൽ ചെയ്യുന്ന ഒരേ എക്സാമിനേഷന്റെ അണ്ടറിൽ വരുന്ന 2 കോഴ്സുകളിൽ ഒരേ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന മൈനോറിറ്റി കോളേജസിൽ തന്നെ അവർ MBBSന് വേണ്ടിയിട്ട് 50% സീറ്റ് മൈനോറിറ്റി ഗവൺമെന്റ് എന്ന് ചോദിച്ചു മേടിക്കുകയും BDSന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓപ്പൺ മെറിറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാര്യം വേറൊന്നുമല്ല, MBBSനെ സംബന്ധിച്ച് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാക്സിമം നമ്പർ ഓഫ് സീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, MBBSന് മേടിക്കുകയും BDSലോട്ട് പോകുന്ന സമയത്ത് മേ ബി ഈ സീറ്റ് ഫില്ലാവാനായിട്ടുള്ള ചാൻസ് കുറവായതുകൊണ്ട് തന്നെ ആ സീറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ജനറൽ കാറ്റഗറിയിലോട്ട് എന്താണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയും കാണുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ടോട്ടലായിട്ടുള്ള മൈനോറിറ്റി കോളേജുകൾ 13 മൈനോറിറ്റി കോളേജുകളാണ് ടോട്ടൽ MBBSനുള്ളത്. BDSന് 13 കൂടുതൽ മൈനോറിറ്റി കോളേജുകളുണ്ട്. അപ്പൊ ഈ ഒരു 13 മൈനോറിറ്റി കോളേജുകൾ എടുക്കുന്ന സമയത്ത് ആകെ 2 കോളേജുകളാണ് BDSന്റെ കേസിൽ 50% സീറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മൈനോറിറ്റിയിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജും പിന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്. ഇവർ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 50% സീറ്റ് BDSന്റെ കേസിലോട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പലരും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ 0% സീറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ചിലർ 5% വെച്ചിട്ടുണ്ട്, ചിലർ 10% വെച്ചിട്ടുണ്ട്. സോ എനിഹൗ MBBSന്റെ കേസിലൂടെ നമ്മൾ വരുന്ന സമയത്ത് കറന്റ്ലി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 27 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം ഇത്തവണ നീറ്റിന് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇനിയും എന്താണ് ആപ്ലിക്കേഷൻ എന്തായിട്ടില്ല, എൻഡ് ആയിട്ടില്ല. ഓക്കെ, സോ കേരളത്തിൽ നിന്ന് ഇത്തവണ ഏകദേശം 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനുശേഷം അവരെന്താണ് സീറ്റിന് വരുന്ന സമയത്തുള്ള ഒരു എന്താണ് കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകൾ ഏകദേശം 8 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് ഇവിടെ എന്താണ് പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് ഈ മൈനോറിറ്റിയും നോൺ മൈനോറിറ്റിയും തമ്മിലുള്ള എന്താണ് ഒരു ഡിഫറൻസിന്റെ പേരിൽ പല വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ BDSന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ട്, MBBSന് വേറൊരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കോഴ്സസിനും ഒരു കോമൺ പാറ്റേൺ എന്താണ് കൊണ്ടുവരികയാണെങ്കിൽ മേ ബി കുറച്ചുകൂടി MBBS സീറ്റ് എന്താണ് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക്, അതായത് കോമൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി മൈനോറിറ്റി ഒഴികെയുള്ള സീറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മുടെ റിസർവേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കോമൺ തന്നെയാണ്. ഇപ്പൊ സ്റ്റേറ്റ് പരിറ്റി കാറ്റഗറിയിൽ 50% സീറ്റ് പോകുന്നുണ്ട്, EWS കാറ്റഗറിയിൽ 10%, then ഈഴവ കാറ്റഗറിയിൽ 9%, മുസ്ലിം കാറ്റഗറിയിൽ 8% പോകുന്നുണ്ട്, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 3%, ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ 3%, ദീവന കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് 2% വരുന്നുണ്ട്, then വിശ്വകർമ്മ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 2% വരുന്നുണ്ട്, then കുടുംബി റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്ക് 1% പോകുന്നുണ്ട്, then ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിക്ക് 1% പോകുന്നുണ്ട്, കുശവ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 1% പോകുന്നുണ്ട്, SC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 8%, ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 2%.
ഈ രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മൾ മൈനോറിറ്റി ഒഴികെയുള്ള സീറ്റിൽ മൈനോറിറ്റി കോളേജുകളിലെ മൈനോറിറ്റി ഒഴികെയുള്ള സീറ്റിലും അതുകൂടാണ്ട് നോൺ മൈനോറിറ്റി സീറ്റിൽ പിന്നെ കോളേജുകളിലെ ഗവൺമെന്റ് കോട്ട സീറ്റിലും നമ്മൾ വരുന്ന സമയത്ത് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലുള്ള മൈനോറിറ്റി കോളേജുകളുടെ ടോട്ടൽ ആയിട്ടുള്ള ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അൽ അസ്ഹർ മെഡിക്കൽ കോളേജ് വരുന്നത് 250 സീറ്റ്സ് ആണ് അവർക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത്. ദെൻ അസീസിയ മെഡിക്കൽ കോളേജിലെ 100 സീറ്റ്സ് ആണ് അവർക്ക് വരുന്നത്. ദെൻ MES മെഡിക്കൽ കോളേജിൽ 150 സീറ്റ് ആണ് അവർക്ക് വരുന്നത്. ദെൻ KMCT മെഡിക്കൽ കോളേജ് മുക്കം അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 250 സീറ്റ്സ് ആണ് അവർക്ക് വരുന്നത്. ദെൻ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 150 സീറ്റ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ 200 സീറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മൈനോറിറ്റി മാനേജ്മെന്റ് സീറ്റ് മാറ്റിവെച്ചിട്ടുള്ളവരുണ്ട്. അതുകൂടാണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ NRI സീറ്റുകൾ മാറ്റിവെച്ചിട്ടുള്ളവരുണ്ട്. ഓക്കെ, ദെൻ ചില കോളേജുകൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല, അവർ കമ്മ്യൂണിറ്റി സീറ്റ് NRI മാറ്റിവെച്ചിട്ടില്ല. ഓൺലി പിന്നെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, NRI സീറ്റ് ടോട്ടൽ ആയിട്ട് ഓപ്പൺ കോട്ട വെച്ചിരിക്കുന്നു. അതിന് എന്താണ് മൈനോറിറ്റി സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമല മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ദെൻ ബിലീവേഴ്സ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ജൂബിലി വരുന്നുണ്ട്. SMCSA മെഡിക്കൽ കോളേജ് കാരക്കോണം വരുന്നുണ്ട്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും എന്താണ് കോളേജുകളാണ് നമുക്ക് എന്താണ് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്നത്. സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സ് അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ടോട്ടൽ ആയിട്ട് മൈനോറിറ്റിയിലോട്ട് അവർ എത്ര സീറ്റ് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാനായിട്ട് പറ്റും. അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, NRIയിൽ അവർ ടോട്ടൽ ആയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടി എത്ര സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് കേരളത്തിൽ ടോട്ടൽ ആയിട്ടുള്ള എന്താണ് ഓപ്പൺ സീറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ട് മൈനോറിറ്റി മാനേജ്മെന്റ് സീറ്റ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ടോട്ടൽ ആയിട്ടുള്ള മൈനോറിറ്റി മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ 878 സീറ്റാണ് എന്ത് ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് മൈനോറിറ്റി മാനേജ്മെന്റ് സീറ്റ് അവരെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി NRI സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ അവർ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 105 സീറ്റാണ്. അപ്പോൾ 878 പ്ലസ് 105 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 983 സീറ്റാണ്. 983 സീറ്റാണ് എന്തുള്ളത് ഈ 13 മൈനോറിറ്റി കോളേജുകളിൽ നിന്നായിട്ട് മൈനോറിറ്റി വിഭാഗങ്ങൾക്കായിട്ട് ലാസ്റ്റ് ഇയർ എന്ത് ചെയ്തിരിക്കുന്നത് മാറ്റിവെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതായത് നമുക്ക് ടോട്ടലായിട്ട് വരുന്ന 1950 സീറ്റാണ് എന്തുള്ളത് മൈനോറിറ്റി കോളേജുകളിൽ വരുന്നത്. സോ 1950 സീറ്റിൽ നിന്ന് 983 സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 967 സീറ്റാണ് എന്തുള്ളത് മൈനോറിറ്റി കോളേജുകളിൽ നിന്ന് ഓപ്പൺ കോട്ട വിഭാഗത്തിലെ വിദ്യാർത്ഥികളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഏകദേശം 15% സീറ്റ് എന്ത് പോകുന്നുണ്ട് അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റിസർവ്ഡ് കാറ്റഗറികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കോട്ടയിൽ വരുന്ന സീറ്റ് മൈനോറിറ്റി കോളേജുകളിൽ നിന്ന് ടോട്ടലായിട്ട് ഓപ്പൺ കോട്ടയിലോട്ട് വരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ബിലോ ഒരു 450 സീറ്റ്സ് ഒക്കെ മാത്രമാണ് എന്ത് വരുന്നത് മൈനോറിറ്റി കോളേജുകളിൽ നിന്ന് നമുക്ക് ഓപ്പൺ കോട്ടയിലോട്ട് വരുന്നത്. പ്ലസ് ഏകദേശം ഒരു 1600 സീറ്റാണ് എന്തുള്ളത് നമുക്ക് നോൺ മൈനോറിറ്റി കോളേജസിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വൽ കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ കേരളത്തിൽ 3550 സീറ്റ് ആക്ച്വൽ കേസിൽ അവൈലബിൾ ആണ് എങ്കിലും നമ്മൾ അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടുന്ന സീറ്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2000 സീറ്റ്സ് ആണ് എന്ത് കിട്ടുന്നത് സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടുന്നത്. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിസർവ്ഡ് കാറ്റഗറിയോ അല്ലെങ്കിൽ മൈനോറിറ്റി വിഭാഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 2 ലക്ഷം പേരിൽ ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ 2000 സീറ്റിനൊക്കെയാണ് ഡയറക്റ്റ് ആക്സസ് ഉള്ളത്. അതായത് എത്രമാത്രം എന്താണ് കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് സീറ്റ്സ് എത്രമാത്രം കോമ്പറ്റീറ്റീവ് ആണോ അതുപോലെ തന്നെ കറന്റ് കേരളത്തിലുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ സീറ്റ് കോമ്പറ്റീറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ എന്തായാലും നീറ്റിന്റെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്രയും വേഗത്തിൽ തന്നെ കൊടുത്തോളൂ. വളരെ നന്നായിട്ട് തന്നെ എക്സാമിനേഷൻ കൊടുക്കൂ. തന്നെ എന്താണ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജുകളൊക്കെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എന്ത് ചെയ്യുക കാര്യങ്ങൾ നോക്കി ലാസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് റാങ്ക് പാറ്റേൺസ് ഒക്കെ നോക്കിയതിനു ശേഷം മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. ഓപ്ഷൻസ് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ എന്താണ് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. കൃത്യമായ ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ എന്തായാലും നീറ്റുമായി ബന്ധപ്പെട്ടും കൗൺസിലിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.